ഇന്ത്യയ്ക്കുമേൽ 50% പകരച്ചുങ്കം ചുമത്തിയിരിക്കുകയാണ് അമേരിക്ക. എന്താണ് പകരച്ചുങ്കം? നമ്മളുടെ രാജ്യത്തേക്ക് മറ്റൊരു രാജ്യത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മൾ ചുമത്തുന്ന ചുങ്കത്തിന് പകരമായി ആ രാജ്യം ചുമത്തുന്ന ചുങ്കത്തെയാണ് പകരച്ചുങ്കം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ വിവിധ നിരക്കിലുള്ള ചുങ്കമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ കാർഷിക മേഖലയിൽ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മാത്രമാണ് ഉയർന്ന ചുങ്കം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനൊരു കാരണമെന്ന് പറയുന്നത് കാർഷിക മേഖലയെ ഊന്നിയുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടേതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് അധികമായി കാർഷിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യം നമ്മുടെ രാജ്യത്തിന് ഇല്ല എന്നതാണ്. ഇനി മറ്റു ഉൽപ്പന്നങ്ങൾക്കൊക്കെ 8% വരെ മാത്രമാണ് ഇറക്കുമതി ചുങ്കം ചുമത്തിയിട്ടുള്ളത്. കുറഞ്ഞ ഇറക്കുമതിയാണ് പകരച്ചുങ്കത്തിന് കാരണമായിട്ടുള്ളത്. അതായത് അമേരിക്ക ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന ഈ ഒരു പകരച്ചുങ്കത്തിന് കാരണമായിരിക്കുന്നത് അമേരിക്കയിൽ നിന്നും ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത് കുറവാണ് എന്ന് തന്നെയാണ്. ഇനി ഈ പകരച്ചുങ്കത്തിലേക്ക് വരുമ്പോൾ 50% പകരച്ചുങ്കം ആകുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ US-ലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതി എന്ന് പറയുന്നത് 18%. ഇതിൽ എന്തിനാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക എന്ന് വെച്ചാൽ ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റൈൽ മേഖലയെ ഈ ഒരു പകരച്ചുങ്കം 50% ആക്കിയിരിക്കുന്നത് കൂടുതലായി ബാധിക്കും. അതോടൊപ്പം തന്നെ വജ്രം, ടയർ, ലോഹം, വാഹനഭാഗങ്ങൾ, മത്സ്യ സമുദ്ര ഉൽപ്പന്നങ്ങളെയും ബാധിക്കുമെന്നതാണ്. മത്സ്യ സമുദ്ര ഉൽപ്പന്നങ്ങളെ ബാധിക്കുമ്പോൾ സ്വാഭാവികമായും അത് കേരളത്തെയും ബാധിക്കുമെന്നതാണ്. ഇനി പകരച്ചുങ്കത്തിലേക്ക് വന്ന വഴി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 2021 വരെ എണ്ണ ഇറക്കുമതി ഏറെയും ഇറാഖിൽ നിന്നായിരുന്നു. ഇറാഖിൽ നിന്നെന്ന് പറയുമ്പോൾ ഇറാഖിൽ അമേരിക്കയുടെ അധീനതയിലുള്ള കമ്പനികളിൽ നിന്നായിരുന്നു അവിടെ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നത്. ബൈഡൻ അധികാരത്തിൽ വന്നതോടെ ഇതിലൊരു മാറ്റം സംഭവിക്കുകയാണ്. എന്താണ് ആ വന്ന മാറ്റം എന്ന് നമുക്ക് പരിശോധിക്കാം. 2021 24.5% എണ്ണയാണ് ഇറാഖിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്നത്. അതായത് ഇറാഖിലുള്ള അമേരിക്കൻ കമ്പനികളിൽ നിന്നാണ് ഇത്രയും എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നത്. ഇത് 2025 ആകുമ്പോൾ 19.1% ആകുന്നുണ്ട്. അതായത് 5.4% കുറവ് അവിടെയുണ്ടായി. ഇനി സൗദി അറേബ്യയിൽ നിന്നുള്ള അമേരിക്കൻ കമ്പനികളിൽ നിന്ന് തന്നെ 2021 18.3% എണ്ണ ഇറക്കുമതി ഉണ്ടായിരുന്നത്. ഇത് 2025 ആകുമ്പോൾ 14% ആകുന്നുണ്ട്. അതായത് 4.3% കുറവ്. ഇനി അമേരിക്കയിൽ നിന്ന് നേരിട്ട് 2021 ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്നത് 8.9% എണ്ണയായിരുന്നു. ഇത് 2025 ആകുമ്പോൾ 4.6% ആകുന്നുണ്ട്. അതായത് 4.3% ആകുന്നു. ഇതാണ് അമേരിക്കയെ ചൊടിപ്പിച്ചത്. അതോടൊപ്പം തന്നെ റഷ്യയിൽ നോക്കുകയാണെങ്കിൽ 2021 2.1% എണ്ണയാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത്. ഇത് 2025 ആകുമ്പോഴേക്കും കുത്തനെ 35.1% ആവുകയാണ്. ഇത് അമേരിക്കയെ ചൊടിപ്പിക്കുകയും 50% പകരച്ചുങ്കം എന്ന വഴിയിലേക്ക് അമേരിക്ക പോവുകയുമായിരുന്നു.